സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു 5-6 കിലോ വെയിറ്റ് കുറക്കാൻ പറ്റുന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 6 ടിപ്പ് കൺസിസ്റ്റൻസി ആയി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5-6 കിലോ മിനിമം കുറയും. ഞാൻ 100% ഗ്യാരണ്ടി. എന്തായാലും എൻ്റെ ഈ 6 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയണ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പലർക്കും ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന ആ മോട്ടിവേഷൻ ഹെവി വർക്കൗട്ടും ഹെവി ഡയറ്റൊക്കെ ആയാൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി വരും. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു 5-6 കിലോ വെയിറ്റ് കുറക്കാൻ പറ്റുന്നതാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്നാൽ 30 ദിവസം കൺസിസ്റ്റൻസി അത് മസ്റ്റാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുള്ളൊരു മാത്രം വീഡിയോ കാണുക. അല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ കാണാം. ഇത് നീട്ടിക്കണില്ല. ആ 6 ടിപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ വെയിറ്റ് ലോസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എനിക്കിഷ്ടപ്പെട്ട തോന്നിയ കാര്യങ്ങൾ വരെ ഞാൻ ഇനിയും കഴിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ വെയിറ്റ് കുറക്കണം തീരുമാനിച്ച കുറച്ച് സമയം മുന്നേ സൈൻ ലാബിൽ അത്യാവശ്യം ഞാൻ മധുരം കഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്നെപ്പോലത്തെ പൊട്ടത്തരങ്ങൾ ചെയ്യണവർ ദയവ് ചെയ്ത് അത് ചെയ്യരുത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വെയിറ്റ് കുറക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഒരു 80 കിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് 85-ലേക്ക് എത്തിച്ചിട്ടാണ് പിന്നെയും നമ്മളത് 80-ലേക്ക് ആക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കുക. ഇന്നതേ കഴിക്കാവൂ, ഇത്ര ക്വാണ്ടിറ്റിയെ കഴിക്കാവൂ, അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തായാലും വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹമുള്ളവരാവുമല്ലോ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്. നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂല എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ആദ്യം മാറ്റിയെടുക്കുക. എന്നെക്കൊണ്ട് പറ്റിയാൽ തീർച്ചയായും ഇത് നിങ്ങളെ കൊണ്ടും പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി വെക്കുക. എൻ്റെ വെയിറ്റ് കുറക്കാൻ 4 മാസം പിടിച്ചിട്ടുണ്ട്. എന്നെക്കായും ഡിസിപ്ലിനും എഫക്റ്റീവും കൺസിസ്റ്റൻസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തായാലും നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കറിയാം ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഈ 6 കാര്യങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് അത് നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. കാരണം നിങ്ങൾ ഈ 6 കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എത്ര വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും നിങ്ങൾ ഈ 6 കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ വെയിറ്റ് ലോസ് പെട്ടെന്ന് കിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 6 കാര്യങ്ങൾ തന്നെ ഞാൻ ഇന്ന് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഫസ്റ്റത്തെ ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും 6 മണിക്ക് നമ്മൾ കഴിക്കാൻ നോക്കുക. ഈവനിങ് 6 മണിക്ക് കഴിക്കാൻ നോക്കുക. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവില്ല, അത് നമ്മൾ വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എത്ര മണിക്കൂർ ഫാസ്റ്റിങ്, എത്ര മണിക്കൂർ ഈറ്റിംഗ് വിൻഡോ എന്നൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റത്തെ ഒരു 1 വീക്കോ 2 വീക്കോ ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഈറ്റിംഗ് വിൻഡോ 12 മണിക്കൂറും ഫാസ്റ്റിങ് 12 മണിക്കൂറാക്കുക. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ അത് ഈറ്റിംഗ് 10 മണിക്കൂറും ഫാസ്റ്റിങ് 14 മണിക്കൂറാക്കാം. എന്നിട്ട് ഫൈനൽ 8 മണിക്കൂർ ഈറ്റിങ്ങും 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ആക്കാം. ഈ 8:16 നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. ഈറ്റിംഗ് വിൻഡോയിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് മാക്സിമം കഴിക്കുക. നിങ്ങൾ വീട്ടിലുള്ളത് മാത്രം കഴിക്കുക, നിങ്ങൾക്ക് വെയിറ്റ് കുറക്കുക. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റി പോർഷൻ കൺട്രോൾ ചെയ്യുക. റൈസ് ഐറ്റംസ് നമ്മൾ ഒരു 1/4 ഭാഗം എടുത്തിട്ട് അതിൽ പ്രോട്ടീൻ ആഡ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ എന്ത് കറികളും ആയിക്കോട്ടെ അത് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് സലാഡും ആഡ് ചെയ്യുക. പിന്നെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് മീനെടുക്കാം, ചിക്കൻ എടുക്കാം, മുട്ട എടുക്കാം, ചെറുപയർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഷുഗർ മസ്റ്റായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഈ പഞ്ചസാര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ശരീരത്തിന് ഒരു നേട്ടം ഉണ്ടാക്കി തരാത്ത സാധനമാണ്. നോ ഷുഗർ ഫോർ നെക്സ്റ്റ് 30 ഡേയ്സ്. നിങ്ങൾ അടുത്ത ഈ 1 മാസം നമ്മൾ ഒരു രീതിയിലുള്ള ഷുഗറും എടുക്കാൻ പാടില്ല. മസ്റ്റായിട്ട് നമ്മളത് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ ശരീരത്തേക്ക് ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻസും ഈ പഞ്ചസാരയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എന്തായിട്ടും അവോയ്ഡ് ചെയ്യണം. നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ 6 ടിപ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ
ഷുഗർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. നമ്മളെ ബോഡിക്ക് ഷുഗർ ആവശ്യമാണ്. അത് നമ്മൾ ഈ അഡീഷണലായിട്ട് കൊടുക്കുന്ന പഞ്ചസാരയിൽ നിന്ന് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അല്ലാണ്ട് തന്നെ ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഷുഗർ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും നമുക്ക് ഷുഗർ കിട്ടുന്നുണ്ട്. ഷുഗറാണ് നമ്മളെ ഏറ്റവും വലിയ വെയിറ്റ് ലോസിൻ്റെ വില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എങ്ങനെ ഷുഗർ കഴിച്ചാലും ഞാൻ നേരെ ഉൾട്ടടിക്കലുണ്ട്, തടി കൂടുതലുണ്ട്. പക്ഷേ ഞാൻ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ഒരു മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തടി കൂടുതലില്ല, അത് ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കലൊക്കെ ഫീൽ ചെയ്ത്. നമ്മൾ ഈ ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റത്തെ 2 ദിവസം നമുക്ക് ഭയങ്കര ലോ എനർജിയും അതൊന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് റെഡിയായി വരുന്നവരെ നമ്മൾ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. ഷുഗർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തടി മാത്രമല്ല കുറേ, നമ്മളെ സ്കിന്ന് ഗ്ലോ ആവും. അതുപോലെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഒന്നും കൂടി എനർജറ്റിക് ആയി വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്താ, ഷുഗർ ഒഴിവാക്കുക എന്താ വെച്ചാൽ 2 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും നമ്മൾ കുടിക്കുക എന്നുള്ളത്. നമ്മൾ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധമുള്ള ക്രേവിങ്സിനെയും വിശപ്പിനെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ കലോറീസിന് വേഗം ബേൺ ചെയ്യാനും നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു 20 kgക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിൽ 80 kgക്ക് 4 ലിറ്റർ വെള്ളം നിങ്ങൾ എന്തായാലും മിനിമം കുടിക്കുക. ഫസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണ ബുദ്ധിമുട്ടും അതൊക്കെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾ ഈ 30 ദിവസം കറക്റ്റായിട്ട് ഈ നിങ്ങൾ ബോഡി വെയ്റ്റിന് എത്ര വേണോ വെള്ളം അത് നിങ്ങൾ കുടിക്കാൻ നോക്കുക. ഈ വെള്ളം എന്നുള്ളത് വെയിറ്റ് ലോസിന് നല്ലോണം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം ഇത്ര വെള്ളം കുടിക്കണതിൻ്റെ അളവ് ഇത്ര കുറച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തിനേക്കായ വിശപ്പും ദാഹവും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ബ്രെയിനാണ്. അപ്പോൾ നമുക്ക് ദാഹിക്കുമ്പോഴും നമുക്ക് വിശപ്പ് പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കും. പക്ഷേ നിങ്ങൾ അതിന് പകരം കുടിക്കുന്ന സമയത്തായാലും അല്ലാത്ത സമയത്തും നിങ്ങൾ വെള്ളം കുടിക്കുക. അപ്പം 3ാമത്തെ ടിപ്പ് വെള്ളം കുടിക്കുക എന്നാണ്. നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കുക. അതായത് നിങ്ങൾക്ക് എണീറ്റപാട് തലേ ദിവസം വെള്ളത്തിലിട്ട ഉലുവ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ചിയാ സീഡിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഇതിങ്ങനെ ട്രൈ ചെയ്തൊക്കെ ചെറു ചൂടുവെള്ളത്തിൽ ലെമൺ ജ്യൂസും ഹണിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുടിക്കും. ഈ അസിഡിക് ഇല്ലാത്ത എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യുക. ഇത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് മസ്റ്റായിട്ട് നിങ്ങൾ എടുക്കണം. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോന്നായി ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ചിയാ സീഡ് സോക്ക് ചെയ്ത വെള്ളയിൽ നിന്ന് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ അത് ഞാൻ ഫസ്റ്റ് കഴിക്കലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ടീ എടുക്കലുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കലോറി ബേൺ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. 5ാമത്തെ ട്രിപ്പ് എന്താ വെച്ചാൽ നമ്മളുടെ സ്ലീപ്പാണ്. അതായത് നമ്മുടെ സ്ലീപ്പ് റൂട്ടീൻ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഹെൽപ്ഫുള്ളായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ മക്കളെ ഉറക്കി കിടത്തിയിട്ട് കുറച്ച് കിട്ടുന്ന സമയം നൈറ്റാവും. അപ്പോൾ അതിൽ ഞാൻ മാക്സിമം ഫോണായിട്ട് ഇരിക്കാറുണ്ട്. പക്ഷെ അത് എങ്ങനെയെങ്കിലും നിങ്ങളത് ഒഴിവാക്കാൻ നോക്കുക. കാരണം സ്ക്രീൻ ടൈം കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം വരും. അപ്പോൾ നമ്മൾ സ്ക്രീൻ ടൈം ഒഴിവാക്കിയിട്ട് ആ നൈറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ നോക്കുക. ഇപ്പോൾ 6 മണിക്കൂർ ഉറങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീപ്പ് കറക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ 8 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങാൻ നോക്കുക. അതായത് 30 ഡേയ്സിൽ നമ്മുടെ ഏറ്റവും ബെനിഫിറ്റായ ഒന്നാണ് നമ്മളെ സ്ലീപ്പ്. ആ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും. അത് ഞാൻ തന്നെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങണതിൻ്റെ 3 മണിക്കൂർ മുന്നേ നമ്മൾ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യണം. 2 മണിക്കൂർ മുന്നേ നമ്മൾ വാട്ടർ ഇൻടേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് 1 മണിക്കൂർ സ്ക്രീൻ ടൈമും സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അന്നത്തെ ഡേ അവസാനിപ്പിക്കാൻ. അപ്പോൾ ഉറങ്ങണതിൻ്റെ മുന്നേ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറക്കം കറക്റ്റായി കിട്ടും. അപ്പോൾ അതും കൂടി ഒന്ന് ടിപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ദിവസം 30 മിനിറ്റ് എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഒരു വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ നടക്കുക, 30 മിനിറ്റ്സ് നടക്കുക, വീട്ടിൻ്റെ ഉള്ളിൽ നടന്നോ. ഇനി നിങ്ങൾക്ക് 30 മിനിറ്റ്സ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഏതൊരു മീൽ എടുത്തിട്ടുണ്ടെങ്കിലും 10 മിനിറ്റ് നമ്മൾ പതുക്കെ നടക്കുക. അങ്ങനെ ഓരോ മീലിൻ്റെ ശേഷം 10 മിനിറ്റ് നടന്നാൽ തന്നെ നമ്മൾ 30 മിനിറ്റ്സുള്ള വാക്കിംഗ് ആയി. അപ്പോൾ അത് നിങ്ങൾ മസ്റ്റായി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അഡീഷണലായി സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ യൂട്യൂബിൽ നോക്കിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് വർക്കൗട്ട് നിങ്ങൾ എങ്ങനെയായാലും മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾ
ജസ്റ്റ് നടത്തായാൽ പോലും അത് നിങ്ങൾക്ക് വർക്കൗട്ടാണ്. ടിപ്സ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും റിസൾട്ട് ഉണ്ടാവും, അത് ഉറപ്പാണ്. എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലും അവോയ്ഡ് ചെയ്യാൻ പറ്റിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പോൾ കൺസിസ്റ്റൻസി ആയി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5 അല്ലെങ്കിൽ 6 കിലോ മിനിമം കുറയും. അതിൽ ഞാൻ 100% ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ 6 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് കറക്റ്റായിട്ട് ചെയ്യുക. 30 ദിവസം എന്തായാലും ചെയ്യാം. 1 മാസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സെക്കൻഡ് മന്ത് ഇത് നിങ്ങൾ നല്ല രീതിയിൽ മിംഗ്ലിങ് ആവും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് 2 മാസം 3 മാസം 4 മാസം ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഈസി ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.